Hello, children. Today, let us do the lesson The Tiny Teacher. Teacher ആരാണ്? Somebody who teaches us something. Correct? അപ്പോൾ ഈ നേച്ചറിൽ എത്രയോ ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? They are all teaching us something. It is up to us whether we learn from them or not. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ നേച്ചറിൽ കാണുന്ന ഏറ്റവും ടൈനി ആയിട്ടുള്ള ഓർഗാനിസം എന്തായിരിക്കും? If you are going to say microorganisms, then don't tell me because you can't see them. I'm asking you the organisms that we can see. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരുന്ന ആൻസറാണ് ആൻറ്റ്സ് അല്ലേ? ഏറ്റവും ടൈനിയസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് ആൻറ്റ്സ്. അപ്പോൾ ഈ ലെസണിൽ വി ആർ ഗോയിങ് ടു ലേൺ മോർ അബൌട്ട് ആൻറ്റ്സ് ആൻഡ് സീ വാട്ട് ദേ ആർ ട്രൈങ് ടു ടീച്ച് us. Okay, it's a very cute lesson. Though so very small, the ant is unbelievably intelligent and hardworking. ഇപ്പോൾ ആൻറ്റിൻ്റെ ക്വാളിറ്റീസാണ് അത്ര ചെറുതായിട്ടും ഇറ്റ് ഈസ് സോ ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അമംഗ് ദ വേരിയസ് കൈൻഡ്സ് ദ കോമണസ്റ്റ് ആൻറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് റെഡ്. ആൻറ്റ് ശരിക്കും ഇപ്പോൾ നിങ്ങൾ ഡിസ്കവറി ചാനലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ടൈപ്സ് ഓഫ് ആൻറ്റ്സ് നിങ്ങൾക്ക് കാണപ്പെടും. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ആൻറ്റ്സ് ഏതൊക്കെ കളറാണ്? റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ? റെഡ് കളർ ആൻറ്റ്സാണ് നമുക്ക് പേടി. ബ്ലാക്കിനോട് അത്ര പേടിയില്ല, അവർ കടിക്കൊന്നുമില്ല അല്ലേ? ഒരു സ്പീഡിൽ അവരെ പണി നോക്കി നടക്കും. റെഡ് ആൻറ്റ്സാണ് ചിലപ്പോൾ നമ്മൾ കടിക്കുകയൊക്കെ ചെയ്യാം. ആൻറ്റ്സ് ലിവ് ഇൻ കംഫർട്ടബിൾ ഹോംസ് കോൾഡ് ആൻറ്റ് ഹിൽസ്. ആൻറ്റ് ഉണ്ടാക്കുന്ന വീട് മണ്ണിനോട് നിങ്ങളതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ മണ്ണിനോട് ഉണ്ടാക്കിയ വീടിനെ പറയാം ആൻറ്റ് ഹിൽസ്. നെയിം ദ സ്മോളസ്റ്റ് ഇൻസെക്റ്റ് യു ഹാവ് സീൻ ആൻഡ് ദ വൈസസ്റ്റ്. Is it the fly? No, it isn't. Is it the mosquito? No, not the mosquito. Then it must be the worm. No, none of these. It is the ant, the commonest, the smallest, but the wisest insect. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചോദ്യമാണ്, നെയിം ദ സ്മോളസ്റ്റ് ഇൻസെക്റ്റ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ചെറിയ ഇൻസെക്റ്റ് എന്താണ്? അതൊരു ഫ്ലൈ ആണോ, ഒരു ഈച്ച ആണോ? അല്ല. അതൊരു കൊതു ആണോ? അല്ല. പിന്നെന്താണ്? അതൊരു ആൻറ്റ് ഇസ് ദ മോസ്റ്റ് കോമണസ്റ്റ്, മീൻസ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ദ സ്മോളസ്റ്റ് ബട്ട് ദ വൈസസ്റ്റ് ഇൻസെക്റ്റ്. ദ സ്റ്റോറി ഓഫ് എൻ ആൻറ്റ്സ് ലൈഫ് സൗണ്ട്സ് ഓൾമോസ്റ്റ് അൺട്രൂ, ബട്ട് പീപ്പിൾ ഹാവ് കെപ്റ്റ് ആൻറ്റ്സ് ആസ് പെറ്റ്സ് ആൻഡ് ഹാവ് വാച്ച്ഡ് ദെയർ ഡെയിലി ബിഹേവിയർ ക്ലോസ്ലി. അപ്പോൾ ഇതിൽ പറയാൻ ആൻറ്റിൻ്റെ സ്റ്റോറി ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി ഓൾമോസ്റ്റ് നമുക്ക് വിശ്വാസമാവില്ല, ഇത് ശരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. But then there are people who have kept ants as pets. Means they are continuously watch the ants. Okay, അവരെ ആൻസിനെ വാച്ച് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചതാണ് that these tiny ants are so hardworking and intelligent creatures. An ant uses its feelers or antennae to talk to other ants by passing messages through them. Watch a row of ants moving up or down the wall. Each ant greets all the other coming from the opposite direction by touching their feelers. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആൻറ്റ്സൊക്കെ മൂവ് ചെയ്യുന്നത് ഒരു വരിക്കാണ്, ഒരു ലൈനിലാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ അസംബ്ലിക്ക് ഇറങ്ങി പോകണ അങ്ങനെയാണെങ്കിൽ ആൻറ്റ്സൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ നിൽക്കാം. ഇപ്പോൾ ഈ ആൻറ്റ്സ് നടക്കുന്ന ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ആൻറ്റ് വരാനെങ്കിൽ ആ ആൻറ്റ് തമ്മിൽ മുട്ടി എല്ലാവരും ഗ്രീറ്റ് ചെയ്തിട്ട് പോണ മാതിരി തോന്നും അല്ലേ? അത് ശരിക്കും വാട്ട് ദേ ആർ ഡൂയിങ്, ദേ ആർ പാസിങ് ഓൺ മെസ്സേജസ് ബൈ ഡൂയിങ് ദാറ്റ്. ദി ടച്ച് ദെയർ ആൻറ്റിനെ. അവരുടെ തലയിൽ ഒരു ആൻറ്റിനെ ഉണ്ടാവും, അതാണ് അവർ ടച്ച് ചെയ്തിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ഒരു ഗ്രീറ്റിംഗ് ചെയ്യുന്ന മാതിരി ഉണ്ടാവും കാണുമ്പോൾ. ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ആൻറ്റ്സ്. ദ കോമണസ്റ്റ് അമംഗ്സ് ദെം ആർ ദ ബ്ലാക്ക് ആൻഡ് ഓർ റെഡ് വൺസ്. അപ്പോൾ കുറേ ടൈപ്പ് ഉണ്ട് ആൻറ്റ്സിൻ്റെ. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതാണ്? യുവർ റെഡ് ആൻഡ് ബ്ലാക്ക് ആൻറ്റ്സ്. We have seen them since we were children, but haven't paid enough attention to them. Where do they live? In their comfortable homes called nests or ant hills. അപ്പോൾ ആൻറ്റ്സ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്, പക്ഷേ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അവരെ പറ്റി നോക്കാൻ പോവാണ്. Where do the ants live? ആൻറ്റ്സ് എവിടെ നിൽക്കുക? അവരുടെ വീട്ടിൽ, അവരുടെ നെസ്റ്റ്സിൽ. അതിനെ പറയാം ant hills. Each has hundreds of little rooms and passages. അപ്പോൾ ഈ ആൻറ്റ് ഹില്ലിൻ്റെ ഉള്ളിൽ കുറേ റൂംസൊക്കെ ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് റൂംസും പിന്നെ ഓരോ റൂമിൽ നിന്ന് പോകാനും വരാനുള്ള വഴിയും പാസേജസൊക്കെ ഉണ്ട്. In some of these rooms, the queen ant lays eggs.
അപ്പോൾ ഓരോ റൂം ഓരോരുത്തർക്ക് അസൈൻഡ് ആണ്. അപ്പോൾ ചില റൂംസ് വന്ന് ക്വീൻ ആൻറ്റിന് എഗ്സ് ലേ ചെയ്യാനുള്ള റൂംസാണ്. അതേഴ്സ് ആർ നഴ്സറീസ് ഫോർ ദ യങ് വൺസ് കോൾഡ് ഗ്രബ്സ്. പിന്നെ ചില റൂംസിൽ വന്ന് ഈ മുട്ട വന്ന് പിരിഞ്ഞ് വന്ന ചെറിയ ചെറിയ കുഞ്ഞു എറുമ്പുകൾ, അവരെ നോക്കാനുള്ള നഴ്സറീസാണ്. അതിനെ പറയുക ഗ്രബ്സ്. വർക്കേഴ്സ് ഹാവ് ദിയർ റിസർവ്ഡ് ക്വാർട്ടേഴ്സ്. ക്വാർട്ടേഴ്സ് മീൻസ് റൂംസ് തന്നെ. അപ്പോൾ വർക്കേഴ്സിന്, അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് കുറച്ച് വേറെ ക്വാർട്ടേഴ്സാണ്. അത് അവർക്ക് റിസർവ്ഡ് ആണ്. ആ ക്വാർട്ടേഴ്സിൽ ആ വർക്കേഴ്സ് മാത്രം നിൽക്കും. ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം സെർച്ചിങ് ഫോർ ഫുഡ്. അവരുടെ പണിയാണ് ഈ ഫുഡ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഈ വർക്കർ ആൻഡ്സ് ആണ്. ഇവിടെ അവിടെ നടന്ന് ഫുഡിനെ സെർച്ച് ചെയ്യുന്നതാണ് അവരുടെ പണി. സം റൂംസ് സെർവ് ആസ് സ്റ്റോർ ഹൗസസ് ഫോർ ദിസ് ഫുഡ്. പിന്നെ ചില റൂം വന്ന് സ്റ്റോർ റൂമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്തൊക്കെ, ഈ ആൻറ്റ് ഹിൽസിൽ ചില റൂംസിൽ ക്വീനിന് എഗ്ഗ് ലേ ചെയ്യാനുള്ള റൂംസാണ്, ചില റൂംസ് വന്ന് ഗ്രബ്സ് കുഞ്ഞ് ആൻറ്റിനെ നോക്കാനുള്ള റൂംസാണ് അത്. പിന്നെ ചില ക്വാർട്ടേഴ്സ് വന്ന് വർക്കറിൻ്റെ ക്വാർട്ടേഴ്സാണ്, വർക്കർ ആൻറ്റ്സിൻ്റെ ക്വാർട്ടേഴ്സാണ്. പിന്നെ ചില ക്വാർട്ടേഴ്സിൽ വന്ന് ഫുഡൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളാണത്. ഓക്കെ, സോൾജേഴ്സ് ഹാവ് സെപ്പറേറ്റ് ബറാക്സ്. ബറാക്സ് ആർ വാട്ട്, ദേ ആർ ഹ്യൂജ് ബിൽഡിങ്സ്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവരുടെ വർക്കറിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്സ് ഒക്കെ കൊടുക്കൂലേ, അല്ലെങ്കിൽ ഒരു കൺട്രി സോൾജേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള, അതിനെ ബറാക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ആൻറ്റ് ഹിൽസിൽ അങ്ങനെ കുറച്ച് സ്ഥലം വേറെ ഉണ്ട്, അവിടെയാണ് സോൾജർ ആൻറ്റ്സ് താമസിക്കുക. നോ സോൾജർ ഹാസ് എവർ ഗോൺ ഔട്ട് സെർച്ചിങ് ഫോർ ഫുഡ്. അപ്പോൾ ഈ സോൾജർ ആൻറ്റിൻ്റെ പണി എന്തായിരിക്കും, ആ ആൻറ്റ് ഹില്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വേറെ ഏത് ഓർഗാനിസം അവിടേക്ക് കയറി വരാതെ നിൽക്കാൻ നോക്കാം. അപ്പോൾ സോൾജർ ആൻറ്റിൻ്റെ പണി ഫുഡ് സെർച്ചിങ് അല്ല. അപ്പോൾ എന്താണ്, സോൾജർ ആൻറ്റ് ഒരിക്കലും ഫുഡ് സെർച്ച് ചെയ്യാൻ എവിടെയും പോയിട്ടില്ല. നോ വർക്കർ ഓർ സോൾജർ ഓർ ക്ലീനർ ഹാസ് എവർ ഹാംഡ് എ ഗ്രബ്. അപ്പോൾ ഇവർ ആരും ഒരു ഗ്രബിനെ ഹാം ചെയ്യില്ല. സോ യു സീ ആൻ ആൻറ്റ്സ് ലൈഫ് ഇസ് വെരി പീസ്ഫുൾ. Each does its share of work intelligently and bravely and never fights with other members of the group. അപ്പോൾ അവരെല്ലാവരും അവരുടെ പണി ഇൻ്റലിജൻ്റ്ലിയും ബ്രേവ്ലിയും ചെയ്യും. അതിന് അവർ തമ്മിൽ ഫൈറ്റിങ്ങും നടത്തൂല. അപ്പോൾ അവരെങ്ങനെയാണ് അവർ മെമ്പേഴ്സിൻ്റെ കൂടെ they live happily, they do not fight and they do their work. Each one has their own work. എല്ലാവർക്കും അവരുടെ വർക്ക് ഉണ്ട്, അവർ അവരുടെ പണി നോക്കി അവരുടെ പാട് നോക്കി without any fighting they spend their days. The queen is the mother of the entire population of the colony. It lives for about 15 years. ഇപ്പോൾ ഈ കോളനീൻ്റെ ഈ ഒരു ആൻറ്റ് ഹില്ലിൻ്റെ ഫുൾ എല്ലാവരുടെ മദറാണ് ഈ ക്വീൻ. ആ ക്വീൻ വന്ന് ഓൾമോസ്റ്റ് 15 years ഇറ്റ് ക്യാൻ ലിവ്. ഇറ്റ് ഹാസ് എ പെയർ ഓഫ് വിങ്സ്. ആ ക്വീന് വിങ്സും ഉണ്ട്. ബട്ട് ബൈറ്റ്സ് ദം ഓഫ് ആഫ്റ്റർ ഇറ്റ്സ് വെഡിങ് ഫ്ലൈറ്റ്. ദിസ് ഫ്ലൈറ്റ് ടേക്സ് പ്ലേസ് ഓൺ എ ഹോട്ട് സമ്മർ ഡേ. അപ്പോൾ ക്വീനിന് വിങ്സ് ഉണ്ട്, പക്ഷെ ആ വിങ്സ് ആ ക്വീൻ തന്നെ പോക്കും, എങ്ങനെ കടിച്ച് പോക്കും. അത് ആഫ്റ്റർ ഇറ്റ്സ് വെഡിങ് ഫ്ലൈറ്റ് മീൻസ് ഒരു വെഡിങ് ഫ്ലൈറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ക്വീൻ വന്ന് അതിൻ്റെ വിങ്സ് താനേ പോക്കും. അപ്പോൾ ഈ ക്വീനിന് എപ്പോഴാണ് ഈ വെഡിങ് ഫ്ലൈറ്റ് ഉണ്ടാവുക, ഓൺ എ ഹോട്ട് സമ്മർ ഡേ. The queen leaves the nest and goes out to meet a male ant or drone high up in the air. On its return to earth, it gets rid of its wings and then does nothing but lay eggs. അപ്പോൾ ക്വീൻ വന്ന് ആ വിങ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലൈ ഹൈ അപ്പ് ഇൻ ദ എയർ, എന്നിട്ട് ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ്സ് മേറ്റ്. ഇറ്റ് വെൻ കമ്മിങ് ബാക്ക്, ഓക്കെ, ഇറ്റ് ഗെറ്റ്സ് റിഡ് ഓഫ് ഇറ്റ്സ് വിങ്സ്. തിരിച്ച് വരുമ്പം ആ വിങ്സ് അത് പോക്കും. പിന്നെ ആ ക്വീൻ ആൻറ്റ്സിൻ്റെ പണി എന്താണ്, ഓൺലി ടു ലേ എഗ്സ്. എഗ്സ് ഹാച്ച് ആൻഡ് ഗ്രബ്സ് കം ഔട്ട്. ഇപ്പോൾ എഗ്സ് നിന്ന് ഉള്ളിൽ നിന്ന് ഗ്രബ്സ് എന്ന്, ചെറിയ വരുന്ന ആൻറ്റിന് ഒരു ഗ്രബ്സ് എന്നാ പറയാം. സോൾജേഴ്സ് ഗാർഡ് ദം. അപ്പോൾ ഈ സോൾജേഴ്സിൻ്റെ പണി എന്താണ്, ആ ഗ്രബ്സിനൊക്കെ ഗാർഡ് ചെയ്യുക. വർക്കേഴ്സ് ഫീഡ് ആൻഡ് ക്ലീൻ ദം ആൻഡ് ഓൾസോ ക്യാരി ദം അബൌട്ട് ഡെയിലി ഫോർ എയറിങ്, എക്സസൈസ് ആൻഡ് സൺഷൈൻ. അപ്പോൾ അത് വർക്കേഴ്സിൻ്റെ പണിയാണ്. ആ ഗ്രബ്സിനെ പുറത്തേക്ക് കൊണ്ടുപോവുക, കുറച്ച് വെയിലൊക്കെ തടിപ്പിക്കുക, എന്നിട്ട് ആ എക്സസൈസ് മാതിരി ആവുക, അവിടെ കിടന്ന് ഒന്നും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രബ്സിനെ കൊണ്ട് ആ ചെറിയ ചെറിയ മുട്ടന്ന് വിരിഞ്ഞ് വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതാണ് ആ ചെറിയ ആൻസിൻ്റെ, ആ വർക്കർ ആൻസിൻ്റെ പണി. 2 or 3 weeks later, grubs become cocoons and lie without food or activity for 3 weeks more.
അപ്പോൾ കുറച്ച് 3 വീക്സിൻ്റെ കഴിഞ്ഞിട്ട് എന്താവും, ആ ഗ്രബ്സ് മീൻസ് ആ ചെറിയ ചെറിയ കുഞ്ഞുകൾ അവർ സ്വയം ഒരു കൊക്കൂനായി മാറും. മീൻസ് അവർ ഇങ്ങനെ പൊതിയും, ഇങ്ങനെ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ദേ ലൈ ഇൻസൈഡ് ദറ്റ് കൊക്കൂൻ. ഓക്കെ, ആൻഡ് ഫുഡ് അവിടെ ആ കൊക്കൂൺ അവർ സ്വന്തം അവരുടെ മേലെ ഒരു കൊക്കൂൺ ഉണ്ടാക്കി ദേ ഹൈഡ് ഇൻസൈഡ് ദാറ്റ്. ആൻഡ് ആ സമയത്ത് ദേ ഡോണ്ട് ഹാവ് എനി ഫുഡ് ഓർ നോ ആക്ടിവിറ്റി ഓർ എനിത്തിങ്. അപ്പോൾ 3 വീക്സ് വരെ ആ സമയം അങ്ങനെ പോകും കൊക്കൂണിൻ്റെ ഉള്ളിൽ. ദെൻ ദ കൊക്കൂൺസ് ബ്രേക്ക് ആൻഡ് പെർഫെക്റ്റ് ആൻഡ്സ് അപ്പിയർ. പിന്നെ ആ കൊക്കൂൺസ് ഒക്കെ ബ്രേക്ക് ആയി അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല കറക്റ്റ് ഫുൾ ആൻഡ്സ് ആണ് അപ്പിയർ ആവുന്നത്. നൗ ഇറ്റ്സ് ടൈം ഫോർ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. ഇനി ഈ പുതിയതായിട്ട് ഇറങ്ങി വരുന്ന ആൻഡ്സിന് ടീച്ചിങ്ങും വേണം, ട്രെയിനിങ് വേണം. ന്യൂ ആൻഡ്സ് ലേൺ ദ ഡ്യൂട്ടീസ് ഫ്രം ഓൾഡ് ആൻഡ്സ് ആസ് വർക്കേഴ്സ്, സോൾജേഴ്സ്, ബിൽഡേഴ്സ്, ക്ലീനേഴ്സ് എക്സെട്ര. അപ്പോൾ പഴയ ആൻഡ്സ് ആണ് അവർക്കൊക്കെ പഠിപ്പിക്കുക ടു ബിക്കം സോൾജേഴ്സ്, വർക്കേഴ്സ്, ബിൽഡേഴ്സ്, ക്ലീനേഴ്സ് എക്സെട്ര. After a few weeks training, the small ants are ready to go out into the big world of work. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാൽ ദേ ആർ റെഡി നൗ. അല്ലേ, എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കൂ. എല്ലാവർക്കും അവർക്ക് ചെയ്യാനുള്ള ജോലിയുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ ഹു വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ ഹോംസ്. ദേ ആർ ടീച്ചിങ് എവറിത്തിങ് ദറ്റ് ദേ നോ. അപ്പോൾ എന്താ ഇനി നെക്സ്റ്റ് ഇവർ എല്ലാവരും റെഡിയായി ഫോർ ദ വർക്ക്. An anthill is a home not only for ants but also for some other creatures, beetles, lesser breeds of ants, and the green fly. Why do ants want these alien creatures to live in their nests? അപ്പോൾ ഈ ആൻറ്റ് ഹിൽസ് നോക്കുകയാണെങ്കിൽ അത് വെറും ആൻറ്റ്സിൻ്റെ വീടല്ല, അതിൽ വേറെ കുറച്ച് ക്രീച്ചേഴ്സും താമസിക്കുന്നുണ്ട്. ആ ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? കുറച്ച് ബീറ്റിൽസ് ഉണ്ട്, പിന്നെ ചെറിയ ആ ആൻറ്റ്സിൻ്റെ തന്നെ ഒരു താഴ്ന്ന ജാതികളുണ്ട്, ആൻഡ് ഗ്രീൻ ഫ്ലൈയും ഉണ്ട്. പിന്നെ ഇവരൊക്കെ എന്തിനാ ആൻറ്റ്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നേ? അപ്പോൾ അവരൊക്കെ ഏലിയൻ ക്രീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഏലിയൻ ക്രീച്ചർ മീൻസ് ദേ ഡോണ്ട് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്. ആൻറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ പെടില്ല, പക്ഷേ ദേ ആർ ലിവിങ് ഇൻ ദെയർ നെസ്റ്റ്. വൈ? ഫോർ സെവറൽ റീസൺസ്. സം ഗിവ് ഓഫ് സ്മെൽ പ്ലസൻറ്റ് ടു ദ ആൻറ്റ്സ് സെൻസസ്. കുറേ റീസൺസ് ഉണ്ട്. അതിലൊരു റീസൺ എന്താണ്, ഇവരിൽ ചിലർ നല്ല സ്മെൽ പ്രൊഡ്യൂസ് ചെയ്യും, അത് ആൻറ്റിന് ഇഷ്ടമാണ് ആ സ്മെൽ. അതേഴ്സ് ഗീവ് സ്വീറ്റ് ജ്യൂസസ് ആൻഡ് സം ആർ ജസ്റ്റ് പെറ്റ്സ് ഓർ പ്ലേ തിങ്സ് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ടു ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അതിൽ ചിലവർ എന്താവും നല്ല സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ചിലവർ എന്തെങ്കിലും സ്വീറ്റ് ജ്യൂസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, അത് ആൻസിന് ഇഷ്ടമാണ്. ആൻഡ് ചില ഇതിന് പെട്ട ചില ഓർഗാനിസംസ് വന്ന് ആൻസ് പെറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യും. ഹൗ വി കീപ്പ് ഇൻ അവർ ഹൗസ് പെറ്റ്സ് നോ, വി കീപ്പ് വാട്ട് ഓൾ പെറ്റ്സ് ഡു വി കീപ്പ്? ഡോഗ്സ്, കാറ്റ്സ്, ഓർ യു ഹാവ് പാരറ്റ്സ് ഓർ ദെൻ ഫിഷസ്. അപ്പോൾ അതേപോലെ പെറ്റ്സ് ആയിട്ടാണ് ചില ഓർഗാനിസംസിന് അവരുടെ ആൻറ്റ് ഹിൽസിൽ അവർ താമസിക്കാൻ സമ്മതിക്കുന്നത്. ദ ഗ്രീൻ ഫ്ലൈ ഇസ് ദ ആൻറ്റ്സ് കൗ. അപ്പോൾ ഈ കൗവിൻ്റെ നമുക്കെങ്ങനെ കൗ, അങ്ങനെയാണ് ഈ ആൻറ്റിന് ഗ്രീൻ ഫ്ലൈ. The ants train it to give honeydew like milk with a touch of their antenna. They milk it just as we milk the cow. അപ്പോൾ ഈ ഗ്രീൻ ഫ്ലൈ എന്താണ്, ഒരു ഹണി മാതിരി ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റ്സ് വന്ന് നമ്മളെങ്ങനെ കൗവിനെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ ആൻറ്റ്സ് ഗ്രീൻ ഫ്ലൈനെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ബൈ ടച്ചിങ് ദ ഗ്രീൻ ഫ്ലൈ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹണി കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അവർ അങ്ങനെ ആ ഹണി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ആ ഹണീനെ ഫുഡായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഗ്രീൻ ഫ്ലൈനെ അവിടെ താമസിക്കാൻ സ്ഥലം കൊടുത്തതുകൊണ്ട് ദി ഗ്രീൻ ഫ്ലൈയും സുഖമായിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ദിസ് ഈസ് ഹൗ ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ പെറ്റ്സ്. ഹാവ് ഹ്യൂമൻസ് ലേൺഡ് ആസ് മച്ച് ആസ് ഹാൻഡ്സ് ഹാവ്? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആൻസ് പഠിച്ചത്ര ഹ്യൂമൻസ് പഠിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. Perhaps they have, but they haven't put their learning to good use. They may still learn a few things from this tiny teacher. അപ്പോൾ ചിലപ്പം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും നമുക്ക് ഈ ആൻസിനെ കണ്ടിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ആൻസ് ആണ് ടൈനി ടീച്ചർ. ഹാർഡ് വർക്ക്, സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഡിസിപ്ലിൻ, ക്ലീൻലിനെസ്, care for the young ones, and above all a firm loyalty to the land where they live. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സബ്ജക്ട്സാണ് നമുക്ക് ആൻസിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെ സബ്ജക്റ്റാണ്? ഹാർഡ് വർക്ക്, പിന്നെ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഡിസിപ്ലിൻ, നമുക്ക് ചെയ്യാനുള്ള കടമകൾ, പിന്നെ നമ്മൾ എങ്ങനെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് ആൻഡ് ഓൾ വി ക്യാൻ ലേൺ ഫ്രം എൻ ആൻറ്റ്. ക്ലീൻലിനെസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ നൈസ് ആൻഡ് ക്ലീൻ ദേ കീപ് ദെയർ എൻവയൺമെൻറ്റ്.
So we have to learn it from them. Care for the young ones, of course, and above all, a firm loyalty to the land where they live. ഇതിനേക്കാളും ഉപരി ഈ നമ്മൾ താമസിക്കുന്ന ഭൂമി, അതിനോട് നമുക്ക് കുറച്ച് കടമകളൊക്കെ ഉണ്ട്. അതൊക്കെ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ, ഈ ആൻസ് എങ്ങനെ ചെയ്യുന്നു അത് കണ്ട് പഠിക്കാനാണ് ഉദ്ദേശം. Okay, so such a cute little lesson. So many things we saw about ants, but we never thought about it. ഇപ്പോൾ നമ്മളിതൊക്കെ കണ്ടെത്തിയല്ലോ. ഇനിയും കുറച്ച് നമുക്ക് നെറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് നോക്കാം, ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോസ് അവൈലബിൾ ആണോ അങ്ങനെയൊക്കെ നോക്കി that would be really interesting, I suggest. Okay children, I hope you enjoyed the lesson. Bye.